അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട ഷെഫി ഉസ്താദിൻ്റെ സ്റ്റോറി കാത്തിരിക്കുന്ന കൂട്ടുകാരെ, എല്ലാവർക്കും സുഖല്ലേ? എല്ലാവരും ഉറങ്ങിയോ? ഞാൻ ഇന്ന് ഷെഫി ഉസ്താദിൻ്റെ സ്റ്റോറി വിടാത്തതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഒന്ന് പോയി വന്നു. ഇപ്പോൾ ഏകദേശം ഒരു 10:30-10:45 ആയിക്കണം കേട്ടോ എത്തിയപ്പോൾ. അപ്പോൾ നമ്മുടെ ഒരുപാട് കൂട്ടുകാർ കമൻസ് ഇങ്ങനെ വിടുന്നുണ്ട്, എന്തായിരിക്കും ഷെഫി ഉസ്താദിൻ്റെ സ്ഥിതി. അതായത് ഷെഫി ഉസ്താദ് കൊടുത്തയച്ച ഐഫോൺ അടക്കമുള്ള ഒരു പാർസൽ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വിലപിടിപ്പുള്ള, അതും അറബികൾ യൂസ് ചെയ്യുന്ന സംഭവങ്ങളാണ് വാങ്ങിയത്, ഗിഫ്റ്റ് കിട്ടിയതൊക്കെ. അതുപോലെ തന്നെ നമ്മുടെ അർബാവ് കൊടുത്തതും ഒക്കെ നല്ല അടിപൊളി അറേബ്യൻ പർദ്ദ, അതുപോലെ തന്നെ അറേബ്യൻ പെർഫ്യൂംസ്, അതുപോലെ തന്നെ അങ്ങനെ വീട്ടിലേക്ക് ആവശ്യമുള്ള ബദാം, പിസ്ത, അങ്ങനത്തെ ഐറ്റംസിലെ ഡ്രൈ ഫ്രൂട്ട്സ് കാര്യങ്ങൾ, വിലപിടിപ്പുള്ള വാച്ച്, അതൊക്കെ ആണ് അതിലുള്ളത്. സാധാരണ എല്ലാവരും ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്നതിനേക്കാൾ ഒന്നുകൂടി ക്വാളിറ്റിയുള്ള ടൈപ്പ്, അതായത് എന്താ പറയുക, നല്ല അടിപൊളി സാധനം എന്നൊക്കെ പറയാം. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ പാർസൽ വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഏത് നിമിഷവും അത് അവിടെ എത്തും. ഏകദേശം 2 ദിവസത്തിനുള്ളിലൊക്കെ കിട്ടുമല്ലോ, അങ്ങനെയുണ്ടോ. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഉമ്മയുടെ കൈകളിലാണ് അത് എത്തേണ്ടത്. ഉമ്മയുടെ കൈകളിലെത്തി അത് ഓപ്പൺ ചെയ്യണം. അപ്പോഴേക്കും ഷെഫി ഉസ്താദ് വിളിച്ച് പറയണം ഉമ്മാക്കുള്ളതാണ് ആ ഫോണ് എന്നൊക്കെ പറയണം. അല്ലെങ്കിൽ എന്തായിത്തീരും, എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ, നമ്മുടെ സീനത്ത് ആ പെണ്ണെടുക്കും. ഒരു പക്ഷേ അതെടുത്ത് എന്താക്കുമെന്ന് പറയാൻ പറ്റില്ല, അവൾക്ക് ഒരാളുണ്ടല്ലോ, അപ്പോൾ ആ ആളുടെ അടുക്കൽ അത് കൊടുക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും, അല്ലെങ്കിൽ അത് അവളെ യൂസ് ചെയ്യും. അങ്ങനെയൊക്കെ ഉണ്ടോ ചെയ്യാൻ നിൽക്കുന്നത്. എന്തൊക്കെ തന്നെയായാലും അതാണ് സംഭവം. അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരിക്കണം അതിന് വേണ്ടിയിട്ടല്ലേ. എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഷെഫി ഉസ്താദിൻ്റെ പാർസൽ എന്ന് കിട്ടും, എന്ന് കിട്ടിയിട്ട് എന്ത് ചെയ്യും എന്നുള്ള രീതിയിലൊക്കെ കാത്തിരിക്കുകയാണല്ലേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടം ഉമ്മാക്ക് കൊടുക്കണം, സീനത്തിന് കൊടുക്കരുത്, സീനത്തിനെ ഒഴിവാക്കണം എന്നൊക്കെയുള്ള ഒരുപാട് കമൻസ്, കാര്യങ്ങൾ, കോള് ഒക്കെ എനിക്കിങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഇഷ്ടം പോലെ തന്നെ ആകട്ടെ എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. നമ്മുടെ സ്റ്റോറി ആ രീതിയിൽ തന്നെ നമുക്ക് കൊണ്ടുപോകണം. കാരണം അങ്ങനെ ഭർത്താവിനെ പറഞ്ഞാൽ അനുസരിക്കാത്ത, ഭർത്താവിൻ്റെ ഉമ്മയെ തീരെ ബഹുമാനമില്ലാത്ത അങ്ങനത്തെ ആളുകളൊന്നും നമ്മൾ സ്റ്റോറിയിൽ വെക്കുന്നത് ശരിയല്ലല്ലോ. കാരണം അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമായിരിക്കും അവർക്ക് ഭാവിയിലൊക്കെ അല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എന്തൊക്കെ തന്നെയായാലും നമ്മുടെ ഷെഫി ഉസ്താദ് വിജയിക്കണം, ഉമ്മയും വിജയിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലേ. അതിനപ്പുറത്തേക്കായിട്ട് വേറൊന്നും ഉണ്ടാവരുത്. അതായത് സീനത്ത് എന്നുള്ള പെണ്ണ് ഉസ്താദിൻ്റെ ക്യാഷ് ചിലവഴിച്ചിട്ട് ഒരു 8 കാലിട്ടോ ചിലവഴിച്ചിട്ട് അവൻ്റെ ഇഷ്ടം അവനക്ക് കൊടുക്കുക, അതുപോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, അവളുടെ ഇഷ്ടത്തിന് കാട്ടിക്കൂട്ടുക, ഉമ്മയെ തീരെ മൈൻഡില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ എന്തൊക്കെ തന്നെയായാലും ആ ഒരു അവസ്ഥ ഉണ്ടാവരുത്. കാരണം ഉമ്മാന്ന് വെച്ചാൽ ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് സീനത്തിന്. കാരണം മറ്റൊന്നുമല്ല, ഇഷ്ടം എന്ന് വെച്ചാൽ പഠിച്ചവൻ എൻ്റെ മോൻ കെട്ടിക്കൊടുന്ന പെണ്ണാണല്ലോ, അപ്പോൾ ആ ഒരു സ്നേഹമുണ്ട്, ഒരു മകളുടെ സ്നേഹമാണ് ഉമ്മാക്ക് അവളോടുള്ളത്, സീനത്തിനോട്. കാരണം എൻ്റെ മോന് നിക്കാഹിച്ച പെണ്ണല്ലേ, എൻ്റെ മോന് നിക്കാഹിച്ച പെണ്ണാകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള സ്നേഹം ഞാൻ കൊടുക്കണമല്ലോ. കാരണം എനിക്ക് വേറൊരു മോള് ഇല്ല, പിന്നെ വേറൊരു മരുമകളും വരാനില്ല. അപ്പോൾ എനിക്ക് മോളായിട്ടും മരുമകളായിട്ടും ഒക്കെ ഇവളേ ഉള്ളൂ. അതുകൊണ്ട് ഓന് നല്ല സന്തോഷത്തിൽ, സുഖത്തിൽ, സമാധാനത്തിൽ ജീവിക്കട്ടെ എന്നൊക്കെയായിരിക്കും ഒരു ഉമ്മ പ്രാർത്ഥിക്കുക അല്ലേ. അതിന് വേണ്ടിയിട്ട് അത്രക്കും താന്നു പോകുന്നതൊക്കെ പറയില്ലേ, അങ്ങനത്തെ ആ രീതിയിൽ അത്രക്കും എന്താ പറയുക, പ്രശ്നമൊന്നുമില്ല ഇല്ലാത്ത രീതിയിലാണ് നമ്മളെ ഷെഫി ഉസ്താദിൻ്റെ ഉമ്മ പെരുമാറാൻ വേണ്ടി നോക്കുന്നത്. അപ്പോൾ എന്തൊക്കെ തന്നെയായാലും അതൊക്കെയാണ് കേട്ടോ അവസ്ഥ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടം ഷെഫി ഉസ്താദിൻ്റെ വൈഫിനെ, സീനത്തിനെ ഒഴിവാക്കണം എന്നുള്ളതാണ്. പക്ഷേ ഷെഫി ഉസ്താദിൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഓരോന്ന് വരാൻ കിടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ ഫർസാന അല്ലേ, ഷെഫി ഉസ്താദ് ആദ്യം സ്നേഹിച്ച ഫർസാന എന്ന് പറയുന്ന പെണ്ണ് എന്തൊക്കെ തന്നെയായാലും അവൾ അവിടെ
ഉണ്ടല്ലോ ഗർഭിണിയായിട്ട്. അപ്പോൾ പലരുടെയും ഒരു സംശയം ഉണ്ടായിരുന്നു, ഇനി ഫർസാനെ എങ്ങാനും കാണുമോ, ഫർസാനെ കെട്ടോ എന്നുള്ള രീതിയിൽ സംശയവും കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അതും നമുക്ക് കാത്തിരുന്ന് കാണാട്ടോ. കാരണം നമ്മളെ ജെയ്ത്തൂൻ ബീവി എന്ന് പറഞ്ഞാൽ ആ ബീവി നല്ലൊരു സ്ത്രീയാണ് എന്നതിലുപരി നല്ലൊരു സാധാരണത്തെ രീതിയിൽ ഭർത്താവിനെ കൊണ്ട് ആരും അങ്ങനെ രണ്ടാമത് കല്യാണം കഴിപ്പിക്കൂല, അഥവാ കഴിച്ചാൽ തന്നെ ഭയങ്കര പ്രശ്നമായിരിക്കും. പക്ഷേ നമ്മൾ ജെയ്ത്തൂൻ ബീവിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എങ്ങനെയാണ്, ജെയ്ത്തൂൻ ബീവി എന്ന് വെച്ചാൽ ഓരോ ദിവസങ്ങളും വിലപ്പെട്ട ഓരോ ദിവസങ്ങളും അവരുടേതായ ദിവസങ്ങൾ വരെ സാധാരണ ഭാര്യയും ഭർത്താവും ആകുമ്പോൾ ഇനിയിപ്പോൾ ആ ഭർത്താവിന് 2 പെണ്ണ് കെട്ടിയ സമയത്ത് ഇങ്ങനെ ഉള്ള ഇതൊക്കെ ആണെങ്കിൽ, അതായത് 2 കല്യാണം കഴിച്ച ആളും, കുറച്ച് വെള്ളം കുടിക്കട്ടോ. അപ്പോൾ 2 കല്യാണം കഴിച്ച ആളുകളാകുമ്പോൾ അവർക്കിടയിൽ നീതി നടപ്പാക്കണം എന്നാണല്ലോ അല്ലേ. അപ്പോൾ അവർക്കിടയിൽ നീതി നടപ്പാക്കിയില്ലെങ്കിൽ 2 പേരും ഒരുപോലെ നോക്കിയില്ലെങ്കിൽ തോള് ചെരിഞ്ഞവനായിക്കൊണ്ട് ഖിയാമത്ത് കാണപ്പെടുന്നൊക്കെയാണല്ലോ. 2 ഭാര്യ കെട്ടി അതിൻ്റേതായിട്ടുള്ള നിയമങ്ങളും കാര്യങ്ങളും ഉണ്ട്, അതിനനുസരിച്ച് തന്നെ ജീവിക്കണം. അപ്പോൾ എന്തൊക്കെ തന്നെയായാലും അതൊക്കെയാണ് കേട്ടോ സ്ഥിതിഗതികൾ. അപ്പോൾ നമ്മുടെ ജെയ്ത്തൂൻ ബീവിൻ്റെ വിചാരം എന്താ, തൻ്റെ ഭർത്താവ് കല്യാണം കഴിച്ചതാണ് ഫർസാനെന്നാണ്. പക്ഷെ ഒരിക്കലും അല്ല, അത് നമ്മുടെ ആദ്യ കഥാപാത്രമായ രാജേഷിൻ്റെ കുഞ്ഞാണ് വയറ്റിലുള്ളത്. അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കില്ല, എങ്കിലും അറബി ക്ഷമിച്ചുകൊണ്ട് തൻ്റെ ഭാര്യയുടെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടിയിട്ട് അവർ അങ്ങനെ ഗർഭിണിയായൊക്കെ അഭിനയിക്കുകയാണ് കേട്ടോ. ആദ്യം തന്നെ ഗർഭമുള്ളതൊന്നും അറിയൂല. അപ്പോൾ നമ്മുടെ ഷെഫി ഉസ്താദ് ഫർസാനയെ കണ്ടുമുട്ടുമോ അതോ വേറെ വല്ല രീതിയിലായിരിക്കുമോ എന്നൊക്കെ എല്ലാവർക്കും സംശയം ഉണ്ടാവും. ഒരുപാട് കമൻസൊക്കെ വരുന്നുണ്ട് അങ്ങനെ. അപ്പോൾ എന്തൊക്കെ തന്നെയാലും ഇൻഷാ അല്ലാഹ് നമ്മുടെ ഷെഫി ഉസ്താദിൻ്റെ നല്ലൊരു ജീവിതം, നല്ലൊരു സ്റ്റോറി കേൾക്കാൻ നിങ്ങളെല്ലാവരും കാത്തിരിക്കണം. അതുപോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമുക്ക് 21 ആയിട്ടാണ് സബ്സ്ക്രൈബേഴ്സ് ഉള്ളത്. ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും കൂടി ശ്രമിച്ചു കഴിഞ്ഞാൽ 1,00,000 ഒക്കെ ആക്കിയെടുക്കാനൊക്കെ നിങ്ങൾക്ക് കഴിയും. മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ഷെഫി ഉസ്താദിൻ്റെയും നല്ല അടിപൊളി മനോഹരമായ വിവാഹം കാണുവാനും അല്ലെങ്കിൽ പഴയ സീനത്തിനെ ഒഴിവാക്കണം എന്നൊക്കെയാണ് പല ആളുകളും പറയുന്നത്. അതിനനുസരിച്ച് നീങ്ങുവാനും ഒക്കെ നമ്മുടെ സ്റ്റോറി നല്ല രീതിയിൽ പോകുമ്പോൾ ഇൻഷാ അല്ലാഹ് അതൊക്കെ റെഡിയാക്കി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും കേട്ടോ ഇൻഷാ അല്ലാഹ്. അപ്പോൾ എന്തൊക്കെ തന്നെയായാലും എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, തെറ്റുകുറ്റങ്ങളുണ്ടാവും ഒരുപാട്. കാരണം ഞാൻ 3 സ്റ്റോറിയൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ പല ദിവസങ്ങളിലും നമ്മുടെ സൽവ സ്റ്റോറീസ്, നമ്മുടെ ഉസ്താദിൻ്റെ സ്റ്റോറി ഉണ്ടാവാറില്ല അല്ലേ. അപ്പോൾ ഞാൻ ചിലപ്പോൾ അങ്ങനത്തെ ഒരു തിരക്ക് കാര്യങ്ങൾ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുമ്പോഴേ ഞാൻ അങ്ങനെ അത് മനഃപൂർവ്വമായിട്ട് ചിലപ്പം കഴിയൂല കേട്ടോ, മനഃപൂർവ്വം എന്നല്ല, എന്നാലും ടൈം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു വിടും. അങ്ങനെയാണ് ഞാനത് ഒഴിവാക്കുന്നത്. പക്ഷേ നിങ്ങളാരും മറക്കൂല, നിങ്ങൾ അത് ചോദിക്കും എല്ലാവരും, ഉസ്താദിൻ്റെ സ്റ്റോറി ഇന്നില്ലേ, ഒരുപാട് ആളുകൾ കമൻറ്റിൽ ചോദിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെ ഉണ്ട് മക്കളെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ ഉസ്താദിൻ്റെ സ്റ്റോറി അടിപൊളിയായിട്ട് കേൾക്കണം. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക, പരസ്പരം ദുആയിൽ ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കൾക്കും മക്കൾക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. അതുപോലെ പ്രധാനമായിട്ട് നമ്മൾ ദുആ ചെയ്യേണ്ട ഒരു കാര്യം, മരണം ഹൈറാകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കുന്ന ഉത്തമ മുത്തഖീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ കഴിച്ചിലായി. ആ ഒരു മരണസമയം രക്ഷപ്പെട്ട ബാക്കിയെല്ലാം രക്ഷപ്പെടും എന്നാണല്ലോ അല്ലേ. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും മരിക്കുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും മഖബൂലും മബ്രൂറുമായ ഹജ്ജും ഉംറയും ചെയ്യുവാനുള്ള ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് കാത്തിരിക്കണം. നാളെ നിങ്ങളുടെ സ്വന്തം പ്രിയപ്പെട്ട, നിങ്ങളുടെ എല്ലാവരുടെയും ബ്രദറായ, നിങ്ങളുടെ എല്ലാവരുടെയും മകനായ, നിങ്ങളുടെ എല്ലാവരുടെയും ഉറ്റ സുഹൃത്തായ നമ്മുടെ ഷെഫി ഉസ്താദിൻ്റെ സ്റ്റോറി വരും. ഇൻഷാ അല്ലാഹ് എല്ലാവരും കേൾക്കട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.